എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ അധ്യായമായിട്ടുള്ള പ്രോഗ്രാമിംഗ് എന്ന ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ഡയലോഗ് കാണാം. ഒരു കുട്ടി കമ്പ്യൂട്ടറിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ ഹലോ, ഹൗ ആർ യു, അങ്ങനെയല്ല സംസാരിക്കുന്നത്. അതിൽ കുറേ കോഡുകൾ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കോഡുകളൊക്കെ എഴുതിയിട്ടാണ് ഈ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ കണ്ണും വിളിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകുന്നുണ്ട്. ഇനി അത് മലയാളത്തിലേക്ക് ആ കുട്ടി ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. നമസ്കാരം, ഹലോ റോബോട്ട്, നിങ്ങളെങ്ങനെയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ കമ്പ്യൂട്ടർ അതിന് മറുപടി പറയുകയാണ്, ഞാനൊന്നും ആലോചിക്കാറില്ല. ആ ഒരു പോയിൻ്റ് പ്രധാനപ്പെട്ടതാണ്. കമ്പ്യൂട്ടർ എന്ത് ചെയ്യാറില്ല, ഒന്നും ആലോചിക്കാറൊന്നുമില്ല. പിന്നെന്താ ചെയ്യുക? എനിക്ക് തന്നിട്ടുള്ള, അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താണോ അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകും. തിരിച്ചു വരാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല, അവിടെ പോയി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനോട് എന്ത് പറയേണ്ടി വരും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, ഇടത്തോട്ട് തിരിയണം, 10 മീറ്റർ മുമ്പിലേക്ക് പോകണം, വലത്തോട്ട് തിരിയണം, വീണ്ടും 10 മീറ്റർ മുമ്പോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ കടയുടെ പേര് പറഞ്ഞ് ഈ കടയുടെ മുൻപിൽ ചെന്ന് നിൽക്കണം, വലത്തോട്ട് തിരിയണം, അകത്തോട്ട് കയറണം. അങ്ങനെ ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടറിനോട് നിർദ്ദേശങ്ങളായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെയാണ്, ഈ ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാമിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓരോ ഘട്ടവും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്, പ്രോഗ്രാമിങ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പ്രോഗ്രാമിങ് എന്നത് ഒരു നിർദ്ദേശങ്ങളാണ്. കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടത്തെയാണ് പ്രോഗ്രാമിങ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇതിനകം ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മുടെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് പരിചയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉബുണ്ടു എന്ന് പറയുന്ന നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ധാരാളം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. അതിൽ 1-2 അവിടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ജിംബ് പറയുന്നുണ്ട്, അതുപോലെ ലിബ്രെ ഓഫീസ് റൈറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ ഈ ലിബ്രെ ഓഫീസ് റൈറ്ററും ജിംബും ഈ കാര്യങ്ങളെല്ലാം പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ സോഫ്റ്റ്വെയറുകൾ ഇഷ്ടംപോലെ ആളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ, അങ്ങനെ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രോഗ്രാമിംഗ് എന്ന ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്നത് കുറേ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളാണ്. എന്ത് ചെയ്യണം, നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, പിന്നെ ഓൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി നൽകിക്കൊണ്ടാണ് ഈ പ്രോഗ്രാമിങ്ങുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കുറേ കാര്യങ്ങളാണ്, കുറേ നിർദ്ദേശങ്ങളാണ് എന്തൊക്കെ ചെയ്യണം. അത് ക്രമമായി ഓർഡറിൽ ആദ്യം എന്ത് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം,
അത്തരത്തിൽ തുടർച്ചയായി നൽകുന്ന നിർദ്ദേശങ്ങളാണ് പ്രോഗ്രാമുകൾ. ഇപ്പോൾ ബുക്കിലേക്കൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാവരും പാഠപുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്യണം, അതുപോലെ ബുക്കിലേക്കൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ് പ്രോഗ്രാമിംഗ്? ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് പിടിയിട്ട് കാണും. എന്താണ്? കുറേ നിർദ്ദേശങ്ങളാണ്, അല്ലെ, ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു നിർദ്ദേശങ്ങൾ. ഇപ്പോൾ എഴുതുക എന്നുള്ളത് കമ്പ്യൂട്ടറിനോട് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വെറുതെ എഴുതുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യേണ്ടി വരും? പേന എടുക്കണം, അത് നീല കളറായിരിക്കണം, ക്യാപ്പ് തുറക്കണം, അതിൻ്റെ ഇപ്പോൾ റോബോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈ എത്ര ആംഗിൾ ചരിക്കണം, എത്ര താഴേക്ക് വരണം, ഏത് വിരൽ ഓപ്പൺ ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം, ഏത് ഡയറക്ഷൻ എടുക്കണം, ഏത് അക്ഷരം എഴുതണം തുടങ്ങി ഓരോ കാര്യങ്ങളായിട്ടും ഈ കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഈ പ്രോഗ്രാം വഴി തയ്യാറാക്കിയിരിക്കുന്ന ജിംബ്, ലിബ്രെ ഓഫീസ് റൈറ്റർ, കാൽക്ക്, ഇംപ്രസ്, അതുപോലെ ഫോണിൽ നമ്മൾ പറഞ്ഞ ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിങ്ങിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഓരോ പടിപടിയായാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എഴുതുന്ന കാര്യം പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന കാര്യം തന്നെ പറഞ്ഞു. ആദ്യം പേന എടുക്കണം, അത് ഏത് നിറത്തിലുള്ള പേനയാണെന്ന് എടുക്കണം. ക്യാപ്പ് ഊരുന്ന കാര്യം പറഞ്ഞു, വിരലുകൾ ചലിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, പേന പിടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ക്രമത്തിൽ ഇങ്ങനെ പറയുക. പേനയുമായി ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ, വിരലുകളുമായി ബന്ധപ്പെട്ട, റോബോട്ടിൻ്റെ വിരലുകളുമായി ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ, എഴുതുന്നത് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇതെല്ലാം എന്താ, ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിർദ്ദേശങ്ങൾ ചെറിയ ചെറിയ പ്രവർത്തന ഘട്ടങ്ങളായിട്ട് കൊടുക്കുക. പേന എടുക്കുന്നത് ഒരു ഘട്ടം, എഴുതുന്നത് ഒരു ഘട്ടം, പിടിക്കുന്നത് ഒരു ഘട്ടം, നോട്ട് ബുക്ക് തുറക്കുന്നത് മറ്റൊരു ഘട്ടം, അടക്കുന്നത് മറ്റൊരു ഘട്ടം. അപ്പോൾ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യേണ്ട ഒരു കുറേ നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പേന എടുത്ത് എഴുതുക, പക്ഷേ കമ്പ്യൂട്ടറിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ ഘട്ടങ്ങളായിട്ട് നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് അൽഗോരിതം. സ്റ്റേജസ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓരോ സ്റ്റേജസ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് അൽഗോരിതം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഒന്ന് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് എന്താണ്? ഈ നിർദ്ദേശങ്ങളെ, ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുക. രണ്ടാമതായിട്ട് പഠിച്ചത് എന്താണ്? അൽഗോരിതം. ഈ പ്രോഗ്രാമുകളൊക്കെ ചെറിയ ചെറിയ ഘട്ടങ്ങളായി കൊടുക്കുന്നതിനെയാണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ശരി, ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് വരാം. നമുക്കറിയാം ധാരാളം ഭാഷകൾ ലോകത്തിലുണ്ട്, അല്ലേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തുളു അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം ഭാഷകൾ നമുക്ക് കാണാം. ഈ ഭാഷകളൊക്കെ, ഈ ലാംഗ്വേജുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മലയാളം പറയുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ മലയാളത്തിൻ്റെയൊക്കെ ഗ്രാമർ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് വരുന്നില്ല. മലയാളം പറയുമ്പോൾ ഞാൻ ഇന്നലെ പോകും എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു പ്രശ്നമുണ്ട്, അല്ലേ? ഞാൻ നാളെ പോയി എന്ന് പറയുമ്പോൾ അതിനും അതിൻ്റെതായ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ലാംഗ്വേജ് എടുത്താലും, ഏത് ഭാഷ എടുത്താലും അതിൻ്റെ ഒരു ഗ്രാമർ അറിഞ്ഞോ അറിയാതെ അതിൻ്റെ അകത്തുണ്ട്. അതേ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഗ്രാമർ എന്നൊന്നും പ്രശ്നം വരില്ല. നമുക്ക് മലയാളം നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് എന്തുണ്ട്? അതിനൊരു ചിട്ടയുണ്ട്. ഓരോ ഭാഷയ്ക്കും, ഓരോ ലാംഗ്വേജിനും ഓരോ ചിട്ടയുണ്ട്. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിങ്
ലാംഗ്വേജുകൾക്കും അത്തരത്തിൽ ചില ചിട്ടകളുണ്ട്. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകും. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാവും? കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് 0, ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, 0, 1, 0, 1 ഇത് മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. നമ്മളിപ്പോൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക, ആ പേര് കമ്പ്യൂട്ടർ മനസ്സിലാകുന്നത് 01, 01, 01 അങ്ങനെ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവൂ. 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ, ഓഫായിട്ടുള്ള അവസ്ഥ. 1 എന്നുദ്ദേശിക്കുന്നത് കറണ്ട് ഉള്ള അവസ്ഥ. ഇത് മാത്രമേ മെഷീന് മനസ്സിലാവുകയുള്ളൂ. കറണ്ടുണ്ട്, കറണ്ടില്ല, കറണ്ടുണ്ട്, കറണ്ടില്ല. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിനും കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചിഹ്നങ്ങളെ 0, 1 ഈ ചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാക്കുക. ഇപ്പം ഈ ഭാഷയെ വിളിക്കുന്ന പേരാണ് ബൈനറി ലാംഗ്വേജ്. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? 2, 0, 1, 0, 1 ഇങ്ങനെ എഴുതുന്ന ലാംഗ്വേജാണ് ബൈനറി ഭാഷ, ബൈനറി ലാംഗ്വേജ്. ഇപ്പോൾ ഇന്ത്യ എന്നത് ബൈനറി ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ ചിലപ്പോൾ 0, 1, 1, 1, 1, 0, 0, 0, 1, 1, 1 അങ്ങനെയായിരിക്കും. ഇനി മൈ നെയിം ഈസ് എന്നുള്ളത് ഈ പറഞ്ഞ ബൈനറി ഭാഷയിലേക്ക് മാറ്റി ചിലപ്പോൾ 3-4 വരിയിൽ 0, 0, 1, 1, 1, 1 ഇത് മാത്രമേ ഉണ്ടാവൂ. ഇത് മാത്രമാണ് ആർക്ക് മനസ്സിലാവുക? കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമാണ്, ഒരു കുട്ടി ചോദിക്കുകയാണ്, കമ്പ്യൂട്ടറിന് ബൈനറി ഭാഷ മാത്രമല്ലേ മനസ്സിലാവൂ, എങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും ഇങ്ങനെ 01, 01, 10, 10 അങ്ങനെ ആക്കേണ്ടി വരില്ല എന്ന് ചോദിക്കുമ്പോൾ ശരിയാ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ അങ്ങനെ 01, 01 ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ഇത് എഴുതി, അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലെവിടെയോ ഒരു തെറ്റുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പേജ് നിറയെ ഇങ്ങനെ 01, 01, 01, 01, 01 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഈ 01, 01 മാത്രമേ ആർക്ക് മനസ്സിലാവുള്ളൂ? കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഭയങ്കര പ്രയാസം. അപ്പോൾ ഈ ഒരു പ്രശ്നമായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 01, 01 ഈ ബൈനറി ലാംഗ്വേജിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല, അതെല്ലാ ആളുകൾക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അതിനൊരു എളുപ്പ വഴിയായിട്ട് കുറച്ചുകൂടി ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലാംഗ്വേജുകൾ, ആ ലാംഗ്വേജുകൾ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അതിലെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ലാംഗ്വേജാണ് പൈത്തൺ. കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന, നിർദ്ദേശങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പിടികിട്ടുന്ന കുറച്ച് കാര്യങ്ങളുള്ള ഒരു പ്രോഗ്രാമാണ് പൈത്തൺ. ഇത് കൂടാതെ ഉള്ള പ്രോഗ്രാമിങ്ങുകളുണ്ട് കേട്ടോ. സി ഉണ്ട്, C++ ഉണ്ട്, അതുപോലെ ജാവയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഈ ബൈനറി ഭാഷ, ഈ 01, 01 ഈ പ്രശ്നം അങ്ങ് കൂടി വന്നപ്പോൾ അതിന് പകരമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ പൈത്തണും C++, ജാവ. ഇതൊക്കെ കുറെ കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജുകളാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താ? ഈ ഇംഗ്ലീഷിൽ എഴുതിയത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമല്ലോ. കമ്പ്യൂട്ടറിന് എന്തേ മനസ്സിലാവുള്ളൂ? 01, 01 എന്ന ബൈനറി ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. പക്ഷേ ഈ പൈത്തണിലും C++ലൊക്കെ എഴുതുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ചിത്രം 4.1 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 45 അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. നോക്കി, പ്രിന്റ് വെൽക്കം. അത്
പൈത്തൺ ലാംഗ്വേജിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കമാൻഡ് വെൽക്കം എന്നുള്ളത് പ്രദർശിപ്പിക്കൂ, കാണിച്ചു തരൂ എന്ന ഒരു കമാൻഡ്. അപ്പോൾ ഈ കമാൻഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. ഇപ്പം കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ട്രാൻസ്ലേറ്റർ. എന്താണ് ട്രാൻസ്ലേറ്റർ? ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതെ അതെ, നമ്മളിപ്പോൾ കണ്ടു കാണും ഈ ചില നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ഡൽഹിയിലൊക്കെയുള്ള ആളുകൾ, പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവരുടെ കൂടെ ഒരാളുണ്ടാവും. അപ്പോൾ പ്രധാനമന്ത്രി ഹിന്ദിയിൽ സംസാരിക്കും. അപ്പോൾ കൂടെ നിൽക്കുന്നയാൾ എന്ത് ചെയ്യും? അത് മലയാളത്തിലേക്ക് മാറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വേറൊരാൾ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ മലയാളികളാണെങ്കിൽ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഒരാൾ അത് പരിഭാഷപ്പെടുത്താനായിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യാൾ ഇങ്ങനെ മലയാളത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. എന്നതുപോലെ ഈ പൈത്തണിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ കമാൻഡ്, ഇപ്പോൾ ഈ പൈത്തൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഹിന്ദിയിൽ സംസാരിക്കുന്ന ഒരു നേതാവാണെന്ന് വിചാരിക്കും. ഓക്കെ, പൈത്തൺ എന്നുള്ള ഹിന്ദിയിൽ സംസാരിക്കുന്ന ഒരു നേതാവ്. ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? അതിനടുത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, ബൈനറി ഭാഷക്കാരാണ് നമ്മളെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ 1, 2, 3 അല്ലേ? എന്നതുപോലെ ഒരു പൈത്തൺ, ആ പൈത്തണിലുള്ള കാര്യങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലേറ്റർ, പിന്നെ കമ്പ്യൂട്ടർ. അപ്പോൾ അതാണ് ആ ചിത്രത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളിപ്പോൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന C++, പൈത്തൺ, ഏത് ലാംഗ്വേജ് ആയാലും അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റും? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. അപ്പോൾ അക്കാര്യം മനസ്സിലൊന്ന് ഓർത്തേ. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അതിനെന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈനറി ഭാഷയിലേക്ക്, ബൈനറി ലാംഗ്വേജിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചേ? പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിച്ചു. കുറേ നിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്. അടുത്തത് പഠിച്ചത് അൽഗോരിതം. എന്തായിരുന്നു അൽഗോരിതം? ഈ ഇൻസ്ട്രക്ഷൻസ്, ഈ നിർദ്ദേശങ്ങൾ ഒറ്റയടിക്ക് കൊടുക്കുകയല്ല, ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട്. നമ്മളിപ്പോൾ പേന എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞു. ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് പ്രോഗ്രാം കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? അൽഗോരിതം എന്ന് വിളിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ബൈനറി ലാംഗ്വേജിൽ എഴുതുന്നത് പ്രയാസകരമായതുകൊണ്ടും തിരുത്താനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ധാരാളം പ്രോഗ്രാമുകൾ കണ്ടെത്തി. ആ പ്രോഗ്രാമുകൾക്ക് ഉദാഹരണമാണ് പൈത്തൺ, C++, ജാവ. ഇതൊക്കെ എളുപ്പത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. പക്ഷേ ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഈ പൈത്തൺ പ്രോഗ്രാമിന്, അല്ലെങ്കിൽ ഈ സിക്ക്, അല്ലെങ്കിൽ C++, അല്ലെങ്കിൽ ജാവ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യില്ല? നേരെ മനസ്സിലാവില്ല. മനുഷ്യർക്ക് മനസ്സിലാവും, പക്ഷെ ആർക്ക് മനസ്സിലാവില്ല? പെട്ടെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. അപ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഈ പ്രോഗ്രാമുകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയിൽ നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് പഠിച്ചു, അൽഗോരിതം എന്താണെന്ന് പറഞ്ഞു, ബൈനറി ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു, സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പറഞ്ഞു, ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോഴുള്ളത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ലാംഗ്വേജുകളിലെ വളരെ ലളിതമായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് പൈത്തൺ. അപ്പോൾ ഈ പൈത്തൺ നിർമ്മിക്കപ്പെട്ട ആളുടെ പേരൊന്ന് നോക്കണം, തിയറി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈഡോ വാൻ റോസ്റ്റം. ഗൈഡോ വാൻ റോസ്റ്റമാണ് ഈ പൈത്തൺ പ്രോഗ്രാമിങ് തയ്യാറാക്കിയത്. ഇതിൻ്റെ പ്രത്യേകത ഇതെന്താണ്? ഓപ്പൺ സോഴ്സ് ലൈസൻസാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് എല്ലാവർക്കും ഉപയോഗിക്കാനും മാറ്റം വരുത്താനും ഒക്കെ കഴിയും. ഓപ്പൺ സോഴ്സാണ്, സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പൈത്തൺ വെച്ചിട്ടാണ്
ഓപ്പൺ ഷോട്ട് എന്ന് പറയും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ജിമ്മിൽ, നമ്മുടെ ഉബുണ്ടുവിൽ. അതുപോലെ ആനിമേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലെൻഡർ, അത് നല്ല ഭംഗിയൊക്കെയാണ്. ഈ കുറേ 3D ആനിമേഷനൊക്കെ വെച്ച് അങ്ങനെ ഒരു സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ. അതും ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഈ പൈത്തണിലാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ പൈത്തൺ. ഇനി ആ പൈത്തണിൻ്റെ ഒരു ചെറിയ ഒരു കമാൻഡ് നമ്മൾ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താ? പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതായിരിക്കും അല്ലേ. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക കാണിച്ചു തരിക എന്നുള്ളത്, പ്രദർശിപ്പിക്കുക എന്നുള്ളത്. പേപ്പറിലേക്ക് കാണിച്ചു തരുമ്പോഴാണ് ആ പ്രിൻ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കാണിച്ചു തരിക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പൈത്തണിൽ പ്രവർത്തിക്കുക എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ പൈത്തൺ തുറക്കുന്നത് ആപ്ലിക്കേഷൻസിലെ പ്രോഗ്രാമിങ്ങിലെ IDLE. അപ്പോൾ എല്ലാവരും ബുക്കിലേക്കൊന്ന് കുറിക്കണം കേട്ടോ. പൈത്തൺ പ്രോഗ്രാമിംഗ് തുറക്കുന്നത് എങ്ങനെ? അടുത്ത വർഷം 10ാം ക്ലാസ്സിന് വേണ്ടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ പൈത്തൺ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, തുറക്കുക? ഇങ്ങനെ നമുക്ക് ആരോ ഇട്ട് എഴുതാം. ആപ്ലിക്കേഷൻ ആരോ മാർക്ക് ഇട്ടിട്ട്, ആക്സസറീസ് ആരോ മാർക്ക് ഇട്ടിട്ട്, പ്രോഗ്രാമിംഗ് ഐഡൽ ഒന്നുകൂടി എഴുതണം. ആപ്ലിക്കേഷൻ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട്, ആക്സസറീസ് ഒരു ആരോ മാർക്ക് ഇടുക, പ്രോഗ്രാമിംഗ് ആരോ മാർക്ക് ഇട്ടിട്ട്, IDLE. അതിൻ്റെ ഫുൾ ഫോമോടെ മൗസോടെ വയ്ക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ പൈത്തൺ. ഇത് പൈത്തൺ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് IDLE. അപ്പോൾ നമുക്കതൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് സ്ക്രീൻ മുഴുവനായിട്ടും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫോൺ പിന്നെ ലാൻഡ്സ്കേപ്പിൽ പിടിച്ചാലാണ് മുഴുവനായിട്ടും കാണാൻ കഴിയുക. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ പിടിക്കണം. ശരി, ഇതാണ് പൈത്തണിൻ്റെ ഓപ്പണിംഗ് വിൻഡോ. ഈ വിൻഡോയിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ്. പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി ഡബിൾ കോട്ട്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പേര് ഇങ്ങനെ കൊടുക്കണം, ആമിന. ശരി, അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അത് ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ ആമിന എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റർ ബട്ടൺ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ പേര് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ പ്രിൻ്റ് എന്നുള്ളത് തന്നെ ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്, ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ കൊട്ടേഷൻ ഡബിൾ കോട്ട്സ് ഇല്ലാതെ ആമിന എന്ന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നൊന്ന് നോക്കാം. ഡബിൾ കോട്ട്സിൽ കൊടുക്കാതിരുന്നപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ട്രേസ് ബാക്ക് മോസ്റ്റ് റീസെൻറ്റ് കോൾ ലിസ്റ്റ്, നെയിം എറർ, നെയിം ആമിന ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡബിൾ കോട്ട്സ് കൊടുത്തില്ല എങ്കിൽ ഈ കമ്പ്യൂട്ടർ മനസ്സിലാകുന്നത് ആമിന എന്നത് ഏതോ ഒരു കമാൻഡാണ് അല്ലെങ്കിൽ ഏതോ ഒരു നിർദ്ദേശത്തിൻ്റെ വാക്കുകളാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷിലെ ഒരു ടെക്സ്റ്റാണ്, അല്ലാതെ കമാൻഡ് ഒന്നുമല്ല. എന്താണ്? കമാൻഡ് ഒന്നും അല്ല, ഇതൊരു സാധാരണ വാചകമാണ് എന്ന് കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കുന്നതെല്ലാം എന്തായിട്ടേ മനസ്സിലാകുള്ളൂ? ഒരു അക്ഷരങ്ങളായിട്ട് മാത്രമാണ്, അതിന് വിലയായിട്ട് കണക്കാക്കില്ല, ഒരു അക്ഷരമായിട്ട് മാത്രമാണ്. ഇനി നമുക്കൊരു നമ്പർ ഇതേപോലെ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ അത് ഈ എറർ വരുമോ എന്നൊന്ന് നോക്കാം.
നമ്പർ കൊടുത്തപ്പോൾ ആ പ്രശ്നമില്ല. 1 2 3 എന്ന് പറയുന്ന നമ്പർ കമ്പ്യൂട്ടറിന് അതിൻ്റെ വില മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്പറുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, ഈ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അക്ഷരങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു വർക്ക്ഷീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ഡബിൾ കോട്ട്സ് 1 2 3 1 2 3 പ്രിൻ്റ് 8+9. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഭാഗമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയിട്ട് അതെന്ത് ചെയ്യണം, അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലേക്കൊന്ന് പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർക്ക്